പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായിട്ട് പിണറായി വിജയൻ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു. മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഹിന്ദു സമുദായത്തിന് ഒരു കുടിപ്പള്ളിക്കൂടം പോലും കിട്ടുന്നില്ല എന്ന് വരുത്തി തീർന്നു. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിനെതിരെ വർഗീയവാദിയായിട്ട് വെള്ളാപ്പള്ളി നടേശനെ ചിത്രീകരിച്ചു. ആത്യന്തികമായ ഫലം ഹൈന്ദവ വോട്ടുകളെ സമാഹരിക്കുക അല്ലെങ്കിൽ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഇന്നും വാർത്താ സമ്മേളനം നടത്തുന്നു, ആര്യ രാജേന്ദ്രനെ ചീത്ത വിളിക്കുന്നു, വീണ്ടും മലപ്പുറത്തെ ചീത്ത വിളിക്കുന്നു. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലായില്ല. വെള്ളാപ്പള്ളി ഉൾപ്പെടുന്ന ഈ കണിച്ചുകുളങ്ങര ആലപ്പുഴ ജില്ലയിലാണ്. കണിച്ചുകുളങ്ങര ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ ഹൈന്ദവ വോട്ടുകൾ, പ്രത്യേകിച്ച് CPM ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഈഴവ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഒഴുകി തുടങ്ങി. CPM കാൽച്ചുവട്ടിലെ മണ്ണ് അന്ന് ഒഴുകി തുടങ്ങിയതാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത് പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള അമിത ആത്മവിശ്വാസം ആ പാർട്ടിക്കുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഈഴവ വോട്ടുകൾ കൃത്യമായിട്ട് BJP പാളയത്തിലേക്ക് ഒഴുകി തുടങ്ങി. സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം ജില്ലയിൽ നിന്ന് ഈഴവ വോട്ടുകളെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത വെള്ളാപ്പള്ളിക്ക് എങ്ങനെയാണ് മലപ്പുറത്തെ ലീഗിനെ പോലെ ഒരു പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് CPM സംരക്ഷിക്കാൻ കഴിയുന്നത്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നടത്തിയ മുന്നേറ്റം മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയത് ആലപ്പുഴയിലാണ്. പാലക്കാട്ടും തൃശ്ശൂരുമല്ല. ആലപ്പുഴയും കൊല്ലവും ജില്ലകൾ ഈ രണ്ടും SNDPക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലങ്ങളാണ്. ഈ രണ്ടിടത്തെയും ഈഴവ വോട്ടുകൾ ക്രമാനുഗതമായി കോൺഗ്രസിലേക്കും BJPയിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിനി ഒരിക്കലും CPMലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ വരാൻ അവർ തയ്യാറാകില്ല. ഈ ഒരു നീക്കത്തെ വെള്ളാപ്പള്ളി ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കാതെ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിയെ കുറ്റം പറഞ്ഞ് വീണ്ടും ഒരു ചേരിതിരിവ് സൃഷ്ടിക്കാനായിട്ട് പിണറായി വിജയന്റെ പാർട്ടി ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ വോട്ടുകളെ സമാഹരിക്കാനായിട്ടുള്ള പുതിയ തന്ത്രം ഇറക്കുന്നത്. ഈ ആര്യ രാജേന്ദ്രന്റെ കാര്യം പറയുന്നത് എന്താ? അതൊരു നായർ സമുദായത്തിലെ മേയറാണ്. നായർ സമുദായത്തിന് മേൽക്കൈ കൊടുത്തു. അവിടെയും സമുദായം, നായർ ജാതി മത ചിന്തകളാണ് പറയുന്നത്. ഇതെങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോവുക? തീർച്ചയായിട്ടും ഇതിലിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതിന് തലക്കകത്ത് ആൾപ്പാർപ്പുണ്ടെങ്കിൽ ഇതിപ്പോ ഇദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? ഇദ്ദേഹത്തിന്റെ ഈ ക്യാമ്പയിന്റെ റിസൾട്ട് എന്താണ്? ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഏകോപിപ്പിച്ചിട്ട് ഹിന്ദു വോട്ടുകൾ ആസ് എ ഹോൾ, ഹിന്ദു വോട്ടുകൾ ബൾക്കായിട്ട് ഇടതുപക്ഷത്തേക്ക് എത്തിച്ചു കൊടുക്കാം എന്നതാണല്ലോ പിണറായി വിജയനും ഇദ്ദേഹം തമ്മിലുള്ള കരാറ്. സംഭവിച്ചത് എന്താ? ഇദ്ദേഹത്തിന്റെ നിരന്തരമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ കൊണ്ട് ഒരു കൺസോൾട്ടേഷൻ നടന്നു. ഏതാണെന്നറിയോ? മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നു. ഇപ്പുറത്ത് മറ്റേ ഹിന്ദു കൺസോൾട്ടേഷൻ നടന്നില്ല. ഈ ഹിന്ദു കൺസോൾട്ടേഷൻ നടന്നതുമില്ല. അതാണ് ഇദ്ദേഹം പഠിക്കാത്ത പാഠം. മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നു. മുസ്ലിം ലീഗിന്റെ ഒക്കെ ഭൂരിപക്ഷം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. മനസ്സിലാക്കിയോ? അത്ര മൃഗീയ ഭൂരിപക്ഷം. 33 സീറ്റിൽ 33 സീറ്റും ലീഗേ ഉള്ളൂ. ഇന്ന് ലീഗും കോൺഗ്രസും ഉണ്ട്. ഏതാനും UDF ഉള്ളൂ.